അച്ഛാ, എൻ്റെ പേര് മാത്യു. നമ്മുടെ ക്രൈസ്തവരുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ ആ ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മുടെ വൈദികർ വിവാഹിതരാകുന്നില്ല? അതായത് യാക്കോബായ സഭയിലാണെങ്കിലും ഓർത്തഡോക്സ് സഭയിലാണെങ്കിലും വൈദികർ വിവാഹിതരാകുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിശ്വാസത്തിൽ ഊന്നിയ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ വൈദികർ വിവാഹിതരാകുന്നത് സഹായിക്കില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. എനിക്കിപ്പോൾ സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാനതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ വളരെ ഫ്രീ ആയിട്ട് വിടുമോ, അതോ നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ടാകുമോ ജഡ്ജ്മെൻ്റ് ഒക്കെ വരുമ്പം? എൻ്റെ സ്വന്തം മക്കള് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടായേ പറ്റൂ, അപ്പനാണല്ലോ. അങ്ങനെയുള്ള പ്രിഫറൻസുകൾ എല്ലാവരുടെയും മക്കൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹിതരാകാതിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ആയിട്ട് ഒന്ന് ചേർന്ന് ജീവിക്കാനുള്ളതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ചേർന്നതാണ് ദൈവഛായ എന്ന് പറയുന്നത് സാധാരണ, കേട്ടോ. പുരുഷനും സ്ത്രീ അവർ ചേർന്നു, അപ്പോൾ ദൈവഛായ. ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, അപ്പം ഞങ്ങൾ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കണം എന്നതാണ്. അതിനകത്തില്ലാത്തതിൻ്റെ ക്രൈസിസ് നമുക്ക് ഈ പറഞ്ഞതിനകത്തൊക്കെ ഉണ്ട്. ലിറ്റർജി എടുത്താലും നമ്മുടെ ഐക്യത്തിൻ്റെ കാര്യം എടുത്താലും അടികാരക്കയിലും അതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്നാൽ, എനിക്കിപ്പോൾ ഒരു ഇടവ വന്നാൽ അവിടെ 500 പിള്ളേരുണ്ടെങ്കിൽ എനിക്കല്ല ഒരുപോലെ എല്ലാ പിള്ളേരും. പക്ഷേ എൻ്റെ പിള്ളേർ ആ കൂടെ നടക്കുമ്പോൾ അതങ്ങനെ വരികയില്ല. പിന്നെ കുടുംബം നോക്കാനില്ലാത്തത് കൊണ്ട് വാസ്തവത്തിൽ എനിക്കൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കാം, എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. കല്യാണം കഴിക്കുന്നത് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് സഭകളെ എടുത്താലും നമ്മുടെ ഈ പ്രോബ്ലം അവരെ ബാധിച്ചിട്ടുണ്ട്, എണ്ണമില്ലാത്തതുള്ളത്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നത് പരിഹാരമായിട്ട് ബുദ്ധിമുട്ടാണ് കാണാം, കേട്ടോ. പിന്നെ കല്യാണം കഴിച്ച ആൾക്ക്, നിങ്ങൾക്ക് ഒരു സ്ത്രീക്ക് പോയിട്ട് ഒരു കല്യാണം കഴിച്ച അച്ഛനോട് അധികം നേരം കോൺഫറൻസ് നടത്താനോ അല്ലെങ്കിൽ സീക്രട്ട് പറയാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഫ്രീ കിട്ടിയോ? കാരണം അയാൾക്ക് അയാളുടെ കുടുംബമുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൗതാശികമായിട്ടുമുണ്ട്.